ആ മോളിൽ നിന്ന് ഇറങ്ങി വന്നത്. അത് നോക്ക്, മോളിൽ നിന്ന് ഇറങ്ങി വന്നത്. കണ്ടോ? കണ്ടോ? ഹലോ, നമസ്കാരം. അപ്പോൾ നമ്മുടെ ഡൽഹി ആഗ്ര ട്രിപ്പിൻ്റെ 5th പാർട്ടാണ് ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. നമ്മൾ ഇന്ത്യ ഗേറ്റ് കാണാൻ പോവാണ്. ഇന്ത്യ ഗേറ്റ് നമ്മൾ ഇന്ന് ഇന്ത്യ ഗേറ്റ് കണ്ടിട്ട് പിന്നെ നേരെ ഹോട്ടലിലേക്ക് പോകും. നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തതിന് ശേഷം ഈ അണ്ടർപാസ് വഴിയാണ് നമ്മൾ ഇന്ത്യ ഗേറ്റ് കാണാൻ പോകുന്നത്. അണ്ടർപാസിൻ്റെ ഉള്ളിൽ നമുക്ക് അവിടുത്തെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ളതും പിന്നെ അവിടുത്തെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വായിച്ചും കണ്ടൊക്കെ നമുക്ക് അണ്ടർപാസ് കവർ ചെയ്യാം. അതിനുശേഷം നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൂടെ കയറിയിട്ട് നേരെ കാണുന്നത് ഇന്ത്യ ഗേറ്റാണ്. ലോകത്ത് തന്നെ ഏറ്റവും വലിയ യുദ്ധസ്മാരകങ്ങളിൽ ഒന്നാണ് ഇന്ത്യ ഗേറ്റ്. ഇന്ത്യ ഗേറ്റ് നമ്മുടെ ഡൽഹിയുടെ ഹൃദയഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. 1-ാം ലോക മഹായുദ്ധത്തിലും അഫ്ഗാൻ യുദ്ധത്തിലൊക്കെ മരിച്ച ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിലെ സൈനികരുടെ ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് 1931 ഈ ഇന്ത്യ ഗേറ്റ് ഒരു സ്മാരകമായിട്ട് നിർമ്മിക്കുന്നത്. ഇന്ത്യ ഗേറ്റിന്റെ മുന്നിലാണുള്ളത്. 42 മീറ്ററാണ് ഇന്ത്യ ഗേറ്റിന്റെ മൊത്തം ഉയരം. യുദ്ധത്തിൽ മരിച്ച സൈനികരുടെ പേരുകളൊക്കെ ഇതിന്റെ ചുമരിൽ കൊത്തിവെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ ഗേറ്റ് കണ്ടിട്ട് നമ്മൾ തിരിച്ച് വണ്ടിയിലേക്ക് തന്നെ പോവാണ്. ഇനിയിപ്പോൾ ഇന്ന് വേറെ എവിടെയും പോകണില്ല. നേരെ ഹോട്ടലിലേക്ക് പോയിട്ട് ഡിന്നർ കഴിച്ച് റെസ്റ്റ് എടുക്കുകയാണ്. ഇനി നാളെ നമ്മൾ ലോട്ടസ് ടെമ്പിൾ, കുത്തബ് മിനാർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ നാളെ നോക്കാം. ബാക്കി പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇതൊക്കെയാണ് സ്ഥലങ്ങൾ മെയിനായിട്ടുള്ളത്. ഇപ്പോൾ നാളെ അറിയാം. നാളത്തെ ടൈം പോലെ ഓരോ സ്ഥലങ്ങളിൽ കയറി ഇറങ്ങും. ഇന്ത്യ ഗേറ്റിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങിയ കാരണം നമുക്ക് കുറച്ചുകൂടി ടൈം ഉണ്ടെന്ന് തോന്നി. അപ്പോൾ ഹോട്ടലിൽ കുറച്ച് ലേറ്റായിട്ട് കയറാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ശിവചേട്ടൻ പറഞ്ഞ ഒരു ഓപ്ഷനാണ് സരോജിനി മാർക്കറ്റ്. അങ്ങനെ ഞങ്ങൾ സരോജിനി മാർക്കറ്റിലും കൂടി കയറിയിട്ടാണ് ഹോട്ടലിലേക്ക് പോകുന്നത്. ഒരു മാർക്കറ്റാണത്. ഭയങ്കര തിരക്കാണ്. അപ്പോൾ നമ്മൾ സരോജിനി മാർക്കറ്റിലെ ഷോപ്പിംഗ് ചെറിയ വളയമാലേക്ക് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോവാണ് നേരെ ഹോട്ടലിലേക്ക്. നമ്മൾ ഡൽഹിയിൽ റൂം എടുത്തിട്ടുണ്ടായിരുന്നത് എയർപോർട്ടിൻ്റെ അടുത്തായിട്ടായിരുന്നു. ശിവചേട്ടൻ തന്നെയാണ് ആ റൂമൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹോട്ടൽ ആർച്ച് എന്നായിരുന്നു അതിൻ്റെ പേര്. അതിന് ജോലിക്കാരൻ എന്നെ ചെയ്യാറിയോ? രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന വെച്ചാൽ ഇപ്പൊ 10 മണിക്ക് ഓഫീസിൽ ചെല്ലണമെന്നുണ്ടെങ്കിൽ അവന്റെ ഓഫീസിലേക്കുള്ള ദൂരം അവനറിയാം. അവൻ അത്രയും സമയം ഇതാണ് നമ്മുടെ ഹോട്ടൽ ആർച്ച്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഹോട്ടലാണെന്ന് തോന്നി. റൂമൊക്കെ ഒരുവിധം കുഴപ്പമില്ല. നമ്മൾ ആഗ്രയിൽ നിന്ന ഹോട്ടലിൻ്റെ അത്രയ്ക്കും ഇല്ലെങ്കിലും ഒരു നൈറ്റിനൊക്കെ സ്റ്റേ ചെയ്യാൻ പറ്റിയൊരു ഹോട്ടലായിരുന്നു ഹോട്ടൽ ആർച്ച്. വിത്ത് ബ്രേക്ക്ഫാസ്റ്റോട് കൂടിയിട്ടാണ് നമ്മൾ ഈ 3 റൂമുകൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ സ്ഥലങ്ങൾ കാണാൻ പോകുന്ന കാരണം എല്ലാവരും നന്നായി ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ രാവിലെ തന്നെ എല്ലാവരും നല്ല ഫ്രഷ് ആയിട്ടാണ് ഉണ്ടായിരുന്നത്. തലേദിവസത്തെ ക്ഷീണമൊക്കെ മാറിയിട്ട് ഇന്ന് ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഉഷാറായിട്ടായിരുന്നു എല്ലാവരും എണീറ്റത്. ഇന്ത്യയിലെ വൺ ഓഫ് ദി ബിസിയസ്റ്റ് സിറ്റി എന്നുള്ളത് ശരിക്കും നമുക്ക് അറിയാനുണ്ടായിരുന്നു. രാത്രിയും പകലൊക്കെ ഡൽഹിയുടെ കാഴ്ചകൾ കണ്ടപ്പോൾ അത്രയും തിരക്കായിരുന്നു എവിടെ നോക്കിയാലും.
നമ്മളപ്പോൾ ആദ്യം ഒന്ന് കാണാൻ പോകുന്നത് കുത്തബ് മിനാറായിരുന്നു. കുത്തബ് മിനാർ കണ്ടു കഴിഞ്ഞിട്ടാണ് ബാക്കി സ്ഥലങ്ങളിലേക്ക് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. കുത്തബ് മിനാറിലാണുള്ളത്. കുത്തബ് മിനാറിൻ്റെ എൻട്രി പോയിന്റിലാണ്. നമ്മൾ ഓൾറെഡി ഓൺലൈൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഉള്ളിലേക്ക് കയറിയിട്ട് സ്കാൻ ചെയ്തിട്ടായിരിക്കും നമ്മളെ എൻ്റർ ചെയ്യുക. ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ മിനാറാണ് കുത്തബ് മിനാർ. 72.5 മീറ്ററാണ് കുത്തബ് മിനാറിൻ്റെ ടോട്ടൽ ഹൈറ്റ് വരുന്നത്. അതിൻ്റെ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് 399 പടികളും ഉണ്ട്. ലോക പൈതൃകങ്ങളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് കുത്തബ് മിനാർ. 1199 ദില്ലി സുൽത്താനായിരുന്ന കുത്തബ്ദീൻ ഐബക്ക് ആയിരുന്നു ഈ മിനാറിൻ്റെ ആദ്യ നില പണി കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഏറ്റവും മുകളിലെ 2 നിലകൾ ഒഴികെ മറ്റ് നിലകളെല്ലാം ചുവന്ന മണൽക്കല്ലിൻ്റെ കട്ടകൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ മുകളിലുള്ള 2 നിലകൾ വെണ്ണക്കല്ലുകൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. 1980 ഒരു ചെറിയ വൈദ്യുതി തകരാറിനെ തുടർന്നുണ്ടായ തിക്കിലും തിരക്കിലും ഏകദേശം 25 കുട്ടികൾ ഈ കുത്തബ് മിനാറിൻ്റെ ഉള്ളിൽപ്പെട്ട് മരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് തൊട്ട് ഈ കുത്തബ് മിനാറിൻ്റെ ഉള്ളിലേക്കുള്ള എൻട്രൻസ് ഗവൺമെൻറ് ഒഴിവാക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. മിനാർ കണ്ട് ഞങ്ങൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. കുത്തബ് മിനാറാണ് കാണുന്നത്. ബാക്കിൽ ഇതിൻ്റെ ബാക്കിൽ നല്ല നല്ല ഫോട്ടോകളൊക്കെ എടുക്കാൻ പറ്റിയ നല്ല സ്ഥലങ്ങളുണ്ട്. ഇതിൻ്റെ ബാക്കിൽ കുറേയൊക്കെ പൊളിഞ്ഞു കിടക്കുകയാണ്. നല്ല നല്ല ഭംഗിയുണ്ട്. ഇവിടെ നല്ല തണുപ്പുള്ള സ്ഥലമാണ്. അടുത്തത് നമ്മൾ പോകുന്നത് ലോട്ടസ് ടെമ്പിളിലേക്കാണ്. ലോട്ടസ് ടെമ്പിൾ ഡൽഹിയിലെ ഒരു മെയിൻ അട്രാക്റ്റീവായ ഒരു പ്ലേസാണ്. ലോട്ടസ് ടെമ്പിളിൻ്റെ അകത്തേക്ക് നമുക്ക് പ്രവേശിക്കുന്നതിന് പ്രത്യേകിച്ച് ടിക്കറ്റോ ചാർജോ ഒന്നുമില്ല. എല്ലാവർക്കും കയറാവുന്നതാണ്. മെയിനായിട്ട് ഈ ലോട്ടസ് ടെമ്പിളിൻ്റെ ഡിസൈൻ തന്നെയാണ് എല്ലാവരെയും ഇവിടേക്ക് ആകർഷിക്കുന്നത്. ഒരു താമരപ്പൂവിൻ്റെ ഒരു ഷേപ്പിലാണ് ശരിക്കും ഈ ലോട്ടസ് ടെമ്പിൾ നിൽക്കുന്നത്. ലോട്ടസ് ടെമ്പിൾ കണ്ട് നല്ല ചൂടാണ്. ലോട്ടസ് ടെമ്പിൾ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോവാണ് അടുത്ത സ്ഥലത്തേക്ക്. ഇതാണ് ലോട്ടസ് ടെമ്പിൾ. ഞങ്ങൾ അതുവരെ പോകണില്ല, നടക്കാൻ പറ്റണില്ല, അത്രയും ചൂടാണ്. ഞങ്ങൾ ഇവിടെ നിന്ന് ജസ്റ്റ് ഫോട്ടോസൊക്കെ എടുത്തിട്ട് തിരിച്ചു പോവാണ്. ഇവിടെ എൻട്രി ടിക്കറ്റ് ഒന്നും ഇല്ല, ജസ്റ്റ് വരിക. പിന്നെ അതിൻ്റെ ഉള്ളിൽ മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ആവശ്യമുള്ളവർക്ക് അതിൻ്റെ ഉള്ളിൽ കയറാം. ഫോണല്ല ഇവിടെ അല്ല ഉള്ളിൽ. കുത്തബ് മിനാറും ലോട്ടസ് ടെമ്പിളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഉച്ചയായിട്ടുണ്ടായിരുന്നു ഏകദേശം. അപ്പോൾ നമ്മൾ ഉച്ചത്തെ ലഞ്ചിന് വേണ്ടിയിട്ട് നമുക്ക് കേരള ഹൗസിൽ പോകണമെന്നാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സിബിചേട്ടൻ നമ്മളെ കേരള ഹൗസിലേക്ക് കൊണ്ടുപോകാനുണ്ടായത്. നമ്മുടെ നാട്ടിൽ നിന്നുള്ള MP-മാരും MLA-മാരൊക്കെ വന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു സ്ഥലമാണ് ഈ കേരള ഹൗസ്. MLA-മാർക്കും MP-മാർക്കും താമസിക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ബിൽഡിംഗ് ആണുള്ളത്. നമ്മൾ കഴിക്കുന്നത് പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ്. അതും കേരള ഹൗസിൻ്റെ ആ കോമ്പൗണ്ടിൽ തന്നെയാണുള്ളത്. ഉമ്മൻചാണ്ടിയുടെയും നായനാരുടെയൊക്കെ ഫ്ലക്സ് വെച്ചിരിക്കുന്നത് കാണാം. ഇവിടുത്തെ തിരക്ക് കാരണം പലർക്കും ഫുഡ് കിട്ടാറില്ലായിരുന്നു എന്ന് ഞാൻ മുന്നേ കേട്ടിട്ടുണ്ട്. ടേസ്റ്റ് വൈസ് ഒരു നോർമൽ ടേസ്റ്റ് ആയിരുന്നു, പക്ഷേ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഫുള്ള് മലയാളികളാണ് ഉണ്ടായിരുന്നത്. ഈ ബോർഡിൽ കാണുന്നതാണ് ഇവിടുത്തെ റേറ്റ് ഫുഡിൻ്റെ. കേരള ഹൗസിൻ്റെ ഉള്ളിലാണുള്ളത്. കേരള ഹൗസ് ക്യാൻറ്റീൻ്റെ ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം കേരള ഗവൺമെൻറ്റിൻ്റെ വണ്ടികളൊക്കെ. ഇവിടെ MP-മാർ പിന്നെ MLA-മാരൊക്കെ വരുന്ന സമയത്ത് ഇവിടെയാണ് അവർ സ്റ്റേയും. അവർക്ക് സെപ്പറേറ്റ് ക്യാൻറ്റീനാണ് ഈ കാണുന്നത്.
12:30ക്കാണ് തുറന്നത് ഗേറ്റ്. സാധാരണ 12 മണിയാകുമ്പോൾ തുറക്കാറുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ചിലർ. പക്ഷേ 12:30ക്കാണ് ഗേറ്റ് തുറന്നത്. അപ്പോൾ അതിനനുസരിച്ച് വരും. ആദ്യം നല്ല തള്ളിക്കയറ്റുണ്ടാവും. അപ്പോൾ അധികം തിരക്കൊന്നുമില്ല. ഇന്ന് ശരിക്കും അവധി ദിവസമാണ്. അവധി ദിവസം ആയതുകൊണ്ടായിരിക്കും അറിയില്ല, അത്ര തിരക്കൊന്നും തോന്നിയില്ല. പക്ഷെ ആദ്യത്തെ ഒരു ഇടിച്ച് കയറ്റുണ്ടായിരുന്നു. പിന്നെ കുറേ പാഴ്സൽ ഫുഡൊക്കെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്.